يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اتقوا الله عباد الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടൊന്നു പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഒരു വിശ്വാസി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടത് വമാ ആതാകുമുർ റസൂല ഫഖുദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടും വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ പ്രവാചകൻ വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടുമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിരോധിച്ച ഒട്ടനവധി കാര്യങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അതീവ ശക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു പ്രയോഗമാണ് ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അവർ നമ്മിൽപ്പെട്ടവരല്ല, അവർ നമ്മുടെ തുരീഖത്തിന്റെ വഴിയിലല്ല. വളരെ ശക്തമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മളെ പഠിപ്പിച്ച കുറേയേറെ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ വിരോധിച്ച കാര്യങ്ങളോട് ഒരു വിശ്വാസിയുടെ നിലപാട് വമാ നഹാകും അൻഹു ഫന്തഹു, അതിനെ പരിപൂർണമായി അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വരാതെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലൈസ മിന്ന എന്നുള്ള പ്രയോഗം, നമ്മിൽപ്പെട്ടവരല്ല എന്നുള്ള പ്രയോഗം, അത് നമ്മെ അറിയിക്കുന്നത് അത് അതീവ ഗൗരവമാണ് എന്നുള്ളതാണ്. അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കട്ടെ എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാരായാലും അവർ പ്രവാചകന്റെ വഴിയിലല്ല, അത് പ്രവാചക ചര്യയുമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ചില വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ ഗൗരവമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് വഞ്ചന എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുന്നു. അവിടെ വ്യത്യസ്തങ്ങളായ കച്ചവടക്കാരുണ്ട്. ധാന്യം വിൽക്കുന്ന ഒരു ധാന്യ കച്ചവടക്കാരന്റെ അടുത്തുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോവുകയും അദ്ദേഹം കൂട്ടിയിട്ട ധാന്യങ്ങളുടെ ഉള്ളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി ആ ധാന്യങ്ങളുടെ അടിഭാഗത്തുള്ള മുഴുവൻ ധാന്യങ്ങളും നനഞ്ഞതാണ്, ഉണങ്ങിയത് പുറത്തു മാത്രമേ ഉള്ളൂ എന്ന് ആ കൈകൾ പ്രവേശിപ്പിച്ചതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. ആ കച്ചവടക്കാരനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാ യാ സ്വാഹിബത്ത് തുആം, എന്താണിത്, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ആ സ്വഹാബി പറഞ്ഞു, അസ്സാബത്തുഹു സമാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ മനഃപൂർവ്വം ചെയ്തതല്ല, ഇന്നലെ ഒരു മഴ പെയ്തിരുന്നു, ആ മഴയത്ത് ധാന്യങ്ങൾ നനഞ്ഞു പോയതാണ് റസൂലെ എന്ന് ആ വ്യക്തി പ്രതികരിക്കുകയാണ്, കച്ചവടക്കാരൻ പ്രതികരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു,
അഫലാ ജഅൽതുഹു ഫൗക അത്ആം കയറാഹു നാസ്. അങ്ങനെയാണെങ്കിൽ ഈ നനഞ്ഞ ധാന്യം ജനങ്ങൾ കാണത്തക്ക രൂപത്തിൽ പുറത്ത് നിനക്ക് പ്രദർശിപ്പിച്ചുകൂടായിരുന്നു? ഈ നനഞ്ഞത് ജനങ്ങൾക്ക് കാണത്തക്ക രൂപത്തിൽ നിനക്ക് ഇടാമായിരുന്നില്ല. നീ എന്തിനാണ് അത് അടിയിലാക്കിയത്? ഉണങ്ങിയത് എന്തിന് മുകളിലാക്കിയെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. എന്നിട്ട് അതിശക്തമായ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ വശാ ഫലൈസ മിന്നാ, വഞ്ചന നടത്തുന്നവൻ ആരായാലും അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് അതിശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഞ്ചന എന്നുള്ളത് വലിയ കുറ്റമാണ്. ഇന്ന് ആളുകൾ വളരെ സാരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാതിന്മയാണ് വഞ്ചന എന്നുള്ളത്. ഇന്ന് കച്ചവട രംഗം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയെങ്കിലും താൻ വിൽക്കുന്ന വസ്തു അത് വിറ്റ് കച്ചവടം നടത്തുക എന്നതല്ല ഒരു മുസ്ലിമിന്റെ നിലപാട്. ഒരു ബൈക്ക് വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ ഒരു ബൈക്ക് വിൽക്കാൻ വേണ്ടി ഒരു ഷോറൂമിലേക്ക് കടന്നു ചെന്നാൽ, നമ്മൾ കുറെ കാലം ഉപയോഗിച്ച ബൈക്കാണെങ്കിൽ പോലും, ഒരു ഇരുചക്ര വാഹനമാണെങ്കിൽ പോലും, അതൊരു കടയിൽ വിൽക്കാൻ വേണ്ടി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വാങ്ങുന്ന ആൾ ഒരുപാട് ന്യൂനതകൾ എണ്ണിപ്പറയും. അതിനില്ലാത്തൊരു നെഗറ്റീവും ഉണ്ടാവുകയില്ല. ഇനി അയാളത് പണം കൊടുത്ത് ഒരു ചെറിയ തുക കൊടുത്ത് അവസാനം അത് വാങ്ങി അയാളത് വിൽക്കാൻ വെക്കും. അത്തരത്തിലുള്ള ഒരുപാട് ഷോറൂമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂനതകൾ എണ്ണിപ്പറഞ്ഞ് പരമാവധി പണം കുറച്ച് അത് വിൽക്കാൻ വന്നവന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും ഇനി അത് അയാളൊന്ന് മോടി പിടിപ്പിച്ച് അയാളത് വിൽക്കുമ്പോൾ അതിനില്ലാത്ത പോരിശകൾ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മുസ്ലിം ഏത് രംഗത്തും അവൻ പരമാവധി സത്യസന്ധനാവണം. ഒരു മുസ്ലിം ആണെങ്കിൽ അവൻ വഞ്ചന പാടില്ല. നമ്മൾ കാണുന്നത് ഒരു വസ്തു വിൽക്കുമ്പോൾ ഇല്ലാത്ത വിശേഷണങ്ങൾ പറയുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാഹനം വിൽക്കുമ്പോൾ പറയും ഇതിന് ഇത്ര മൈലേജ് ഉണ്ട്. അയാൾക്ക് തന്നെ അറിയാം ഒരിക്കലും അത് ലഭിക്കില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്റെ അടുക്കൽ ഒരു വിൽക്കുന്ന വസ്തു വിറ്റ് പോകണം. അവൻ നുണയാണ് പറയുന്നത്, കളവാണ് പറയുന്നത്. അതേപോലെ പോരായ്മകൾ മറച്ചു വെക്കുക. ഒരു പശുവിനെ വിൽക്കുന്ന സമയത്ത് ആ പശുവിന് പാല് കുറവാണ് എന്നറിയാം, പക്ഷെ വാങ്ങുന്ന ആളോട് അത് ആ പോരായ്മ മറച്ചു വെക്കുകയാണ്, കൂട്ടിപ്പറയുകയാണ്. അങ്ങനെ കള്ളത്തരങ്ങളിലൂടെ വഞ്ചനകളിലൂടെ കച്ചവടം നടത്തുന്ന ആളുകളെയാണ് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു വിശ്വാസി മനസ്സിലാക്കുന്നത് നൽകുന്ന പണത്തിന് തുല്യമായ സാധനം നൽകാൻ അവന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒരു കുട്ടിയാണ് സാധനം വാങ്ങാൻ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ചീഞ്ഞതും അതേപോലെ തന്നെ പകുതി കേടായതും ഒക്കെ കൊടുത്തുവിട്ടാൽ അറിയില്ല എന്നുള്ളൊരു ധാരണയാണ് അവനുള്ളതെങ്കിൽ, അത് ഇന്നത്തെ തന്റെ കച്ചവടത്തിന്റെ ലാഭമായി കാണുന്നുവെങ്കിൽ അത് അവൻ മനസ്സിലാക്കേണ്ടത് അറിയേണ്ടത് അത് ലാഭമല്ല എന്നുള്ളതാണ്. അത്തരക്കാരെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് വശ എന്നാണ്, വഞ്ചന നടത്തുന്നവനെന്നാണ്. 20 രൂപയ്ക്ക് ഒരു പച്ചക്കറി കടയിൽ തക്കാളി വാങ്ങാൻ വന്നാൽ ആ 20 രൂപയുടെ മൂല്യത്തിനുള്ളത് ഒരു മുസ്ലിമായ കച്ചവടക്കാരനാണെങ്കിൽ അവൻ കൊടുത്തിരിക്കണം. അയാൾ അറിയാതെ വാങ്ങാൻ വന്നവന്റെ ശ്രദ്ധയൊന്ന് തെറ്റുന്ന സമയത്ത് അതിൽ കുറച്ച് കേടുള്ളതും ആ മൂല്യത്തിനൊത്തതല്ലാത്ത വസ്തുവാണ് അവൻ കൊടുക്കുന്നതെങ്കിൽ അവൻ കാണിക്കുന്നത് വഞ്ചനയാണ്. അവൻ അത്തരം വഞ്ചന നടത്തുന്നവൻ അവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീഖത്തിലല്ല, അവൻ പ്രവാചകന്റെ മാർഗത്തിലല്ല. വഈദുൻ ശദീദുൻ, അങ്ങേയറ്റത്തെ താക്കീതാണ് അത്തരക്കാരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നത്, ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വസ്തു ത്രാസിലേക്ക് ഇടുമ്പോൾ നമുക്കറിയാം ആ ത്രാസ് താഴേക്ക് പോകും. ആ ത്രാസ് ഒന്ന് ഉയർന്നു വന്ന് അതിന്റെ സൂചി ഒന്ന് കൃത്യമാകാനുള്ള ഇടവേള പോലും കൊടുക്കാതെ, അതിന് പോലും കാത്തു നിൽക്കാതെ അത് താഴേക്ക് പോകുന്ന മാത്രയിൽ പെട്ടെന്ന് അത് കോരിയെടുത്ത് പൊതിഞ്ഞു കൊടുക്കുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ആ വിൽക്കുന്ന വ്യക്തിക്കറിയാം എന്റെ തൂക്കം ശരിയായിട്ടില്ല എന്നവനറിയാം. പക്ഷേ അവൻ വഞ്ചന നടത്തി എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കണം എന്നുള്ള ചിന്തയാണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അത്തരം ആളുകളെ പ്രേരിപ്പിക്കുന്നത്. കച്ചവടത്തിൽ മാത്രമല്ല, ഏത് രംഗത്തും ഒരു മുസ്ലിമാണെങ്കിൽ അവൻ വഞ്ചന നടത്താൻ പാടില്ല. നമുക്കറിയാം വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പലതരത്തിലുള്ള തൊഴിലുകളുണ്ട്. അങ്ങനെ തൊഴിലുകൾ നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ, അതേപോലെ സമ്പത്ത് നമ്മളെ വിശ്വസിച്ചേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ മുതലാളി അല്ലെങ്കിൽ നമ്മുടെ ഓണർ
എത്ര വിശ്വാസമാണോ നമ്മളിൽ അർപ്പിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ വിശ്വാസം നമ്മുടെ റബ്ബിലുണ്ടെങ്കിൽ, ആ റബ്ബിൽ വിശ്വാസമുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ ഒരിക്കലും അവന്റെ മുതലാളിയെ വഞ്ചിക്കുകയില്ല, അവൻ ആ പണവുമായി നാട്ടിലേക്ക് കടന്നു കളയുകയില്ല, അവൻ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ പറ്റിക്കുകയില്ല. നമുക്കറിയാം, അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ കടന്നു വരാറുണ്ട്, പണം ചോദിച്ചുകൊണ്ട് കടം ചോദിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട്. ഒരു സാധുവായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടിവച്ച പണം അവന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അത്യാവശ്യമാണെന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞു തരാം, 5 ദിവസം കഴിയുമ്പോൾ ഞാൻ കൃത്യമായി എത്തിച്ചേക്കാം, എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്നൊരു പണം കിട്ടാനുണ്ട്, അത് കിട്ടാനൊന്ന് താമസിച്ചതാണ്, 2 ദിവസത്തിനുള്ളിൽ 3 ദിവസത്തിനുള്ളിൽ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ആ സാധുവായ വ്യക്തി അവൻ സമ്പാദിച്ച, അവൻ അത്യാവശ്യത്തിന് മാറ്റിവെച്ച പണം ആ സുഹൃത്ത് ചോദിക്കുമ്പോൾ അവന്റെ ആ വാക്കിൽ വിശ്വസിച്ച് പണം എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, അവൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. കടം വാങ്ങിയ വ്യക്തി വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. 3 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞു, 6 ദിവസം കഴിഞ്ഞു, ഫോൺ എടുക്കുന്നില്ല. അതേപോലെ തന്നെ അവനെ പിന്നീട് കാണാനില്ല. വല്ലാത്ത വഞ്ചനയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, മഹാവഞ്ചന. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫലൈസ മിന്ന, അത്തരം ഏത് വഞ്ചന നടത്തുന്നവരും മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ വ്യവഹാര മേഖലകളിൽ ഏതെങ്കിലും ഒന്നിൽ വഞ്ചന നടത്തിയാൽ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമാണെങ്കിൽ ഒരു രംഗത്തും വഞ്ചന നടത്താൻ പാടില്ല എന്നുള്ള ഗൗരവമേറിയ പ്രവാചകന്റെ താക്കീത് മുഖവിലക്കെടുക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതൊരു വിഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവർ, മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഅരിഫ ശറഫ കബീറനാ, മുതിർന്നവരുടെ മഹത്വം വകവെച്ചു കൊടുക്കാത്തവനും ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വയസ്സുള്ള ഷഫീഖ് എന്ന നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ഇടുക്കി ജില്ലയിൽ ഷഫീഖ് എന്ന പേരുള്ള ഒരു ബാലൻ, ആ ബാലനെ മർദ്ദിച്ച മർദ്ദനങ്ങളുടെ വാർത്തകൾ കഴിഞ്ഞ ഡിസംബറിലാണ് ആ ഒരു കേസിന്റെ വിധി കടന്നു വന്നത്. സ്വന്തം പിതാവും അതേപോലെ രണ്ടാനമ്മയും 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു കുരുന്നിനെ, ആ കുരുന്നിന്റെ നേരെ, ആ കുഞ്ഞിന്റെ നേരെ നടത്തിയ പീഡനങ്ങളുടെ തുടരെയുള്ള കഥകൾ നമ്മൾ വായിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ദേഹത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ 152ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. സ്വന്തം പിതാവും അതേപോലെ തന്നെ രണ്ടാനുമ്മയും കൂടി നടത്തിയ മുസ്ലിം നാമധാരികളായ 2 ആളുകൾ നടത്തിയ പീഡനമാണ് ഒരു കൊച്ചു കുഞ്ഞിന്റെ നേരെ. എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ, തല ഭിത്തിയിലിടിപ്പിച്ചു, അതേപോലെ തന്നെ ശരീരം പൊള്ളിച്ചു, തലച്ചോറിന്റെ 75% പ്രവർത്തനവും ആ കുഞ്ഞിന്റെ നിലച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. പട്ടിണിക്കിട്ടു. അതേപോലെ തന്നെ കാലിൽ 3 ഒടിവുകളാണ് ഒറ്റ കാലിൽ ഉണ്ടായിരുന്നത്. ഇടത് കാലിന്റെ മുട്ട് ഇരുമ്പ് കമ്പി വെച്ച് അടിച്ചൊടിച്ചു, നെഞ്ചിൽ ചവിട്ടി, സ്റ്റീലിന്റെ കപ്പ് കൊണ്ട് പൊള്ളിച്ചു, വിറകുകൊണ്ട് ശരീരത്തിൽ അടിച്ചു, സ്വന്തം നഖം കൊണ്ട് ശരീരത്തിലെ തൊലികൾ വാർന്നെടുത്തു. അങ്ങനെ ഇന്ന് ആ കുഞ്ഞ്, അവൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ ഇന്ന് വീൽ ചെയറിലാണ്, അവന് സംസാരിക്കാൻ കഴിയില്ല. ബുദ്ധിപരമായ ഒരുപാട് വൈകല്യങ്ങൾ ഈ ഒറ്റ പീഡനം കാരണം ആ കുഞ്ഞ് ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ആ കുട്ടി ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ വായിക്കുന്ന വാർത്തകൾ ചിലതാണ്. അതേപോലെ തന്നെ ഇളയ കുട്ടി മൂത്രമൊഴിച്ചതിന്റെ പേരിൽ, ബെഡിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിൽ മൂത്ത കുട്ടിയെ വലിച്ചെറിഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിച്ചു. ആ കുഞ്ഞിന്റെ തല ഭിത്തിയിലിടിച്ച് ആ കുഞ്ഞ് മരണപ്പെട്ടു. ഇളയ കുട്ടിയെ മൂത്രമൊഴിപ്പിക്കേണ്ടെന്ന ചുമതല മൂത്ത കുട്ടിക്കാണ്. അത് ചെയ്യാത്തതിന്റെ പേരിൽ ആ മൂത്ത കുട്ടിയെ വലിച്ചെറിഞ്ഞ് തല ഭിത്തിയിലിടിപ്പിച്ച് ആ കുഞ്ഞ് മരണപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചു. 3 ദിവസം മുമ്പ് പോലും അത്തരത്തിൽ കുഞ്ഞുങ്ങളോടുള്ള വല്ലാത്ത ക്രൂരതയുടെ വാർത്തകൾ നമ്മൾ വായിക്കുന്നു. ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത ഗൗരവമുള്ള ഈ വിഷയത്തെ ഒരു നിസ്സാരവൽക്കരണമാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലൈസ മിന്ന, അത്തരം കുഞ്ഞുങ്ങളുടെ മനസ്സിനെ നോവിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നവർ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ച് വെക്കരുത് എന്നാണ് പഠിപ്പിച്ചത്. അത് പ്രകടിപ്പിക്കണം. അത് ചുംബനങ്ങളായി, തലോടലുകളായി, മനസ്സിന്റെ പ്രകടനങ്ങളായി
നിങ്ങളുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അനാവശ്യമായി കുട്ടികളെ തല്ലുന്ന എത്രയോ രക്ഷിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ പല വീടുകളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു കുഞ്ഞ് വീട്ടിൽ ജനിച്ചു. ആ വീട്ടിൽ മുതിർന്ന കുട്ടികളുണ്ടാകും. അവന് 3 വയസ്സോ 4 വയസ്സോ മാത്രം പ്രായമുള്ള മുതിർന്ന കുട്ടികളുണ്ടാകും. ചെറിയ കുട്ടികളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ആളുകൾ കടന്നു വരും, ബന്ധുമിത്രാദികൾ കടന്നു വരും. ആ പ്രസവിച്ച് ഏതാനും ദിവസങ്ങളായ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ആ 3 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു വാചകമുണ്ട്. തമാശയ്ക്കാണ് പറയുന്നത്, ബന്ധുമിത്രാദികളാണ് പറയുന്നത്, ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട കേട്ടോ, ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പുതിയ കുഞ്ഞിനെ കിട്ടി എന്നൊരു തമാശയ്ക്ക് പറയുന്ന വാചകം ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞു മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ അത് സ്വാധീനം ചെലുത്തുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാതെ പോവുകയാണ്. ആ കുട്ടി വേദനിക്കുകയാണ്. അവന് ചെറിയ കുട്ടിയോട് വെറുപ്പുണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള സംസാരത്തിലൂടെ. ആ പിറന്നു വീണ കുഞ്ഞ് തനിക്കൊരു പ്രയാസമാണെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒട്ടനവധി പെരുമാറ്റങ്ങളും ഒട്ടനവധി ആ രൂപത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളും മുതിർന്ന കുട്ടികൾ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പക്വതയോടുകൂടി ചിന്തിക്കുന്നോ അതേ പക്വത നമ്മുടെ ക്ലാസ്സിലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബത്തിലെ 3 വയസ്സുള്ള 5 വയസ്സുള്ള 6 വയസ്സുള്ള കുട്ടിക്കുണ്ട് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ അവൻ ചിന്തിക്കണം, അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ അവൻ ചിന്തിക്കണം. എന്താ അവൻ അങ്ങനെ കാണിച്ചത്? അവന് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, വിവേകം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഒരു 5 വയസ്സുകാരന്റെ വിവരം ഒരു 6 വയസ്സുകാരന്റെ ഒരു 6 വയസ്സുകാരിയുടെ അവന്റെ ബുദ്ധിയുടെ വളർച്ച എത്രയാണ് എന്ന് പോലും തിരിച്ചറിയാൻ പല രക്ഷിതാക്കൾക്കും കഴിയാത്ത ദുരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അവർ ഒറ്റയ്ക്കിരുന്ന് കരയും, അവരുടെ മനസ്സ് വേദനിക്കും, അവർ പലതും ആലോചിച്ചു കൂട്ടും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, മക്കളെ പരിഗണിക്കണം, അവരെ ചുംബിക്കണം, അവരോട് കാരുണ്യം കാണിക്കണം. അതില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ നമ്മുടെ ത്വരീഖത്തിലല്ല, നമ്മുടെ മാർഗത്തിലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, വയഅരിഫ് ശറഫ കബീറനാ, മുതിർന്നവരെ ബഹുമാനിക്കണം, ആ ബഹുമാനം അവർക്ക് വകവെച്ചു കൊടുക്കണം. പ്രായമായ ഒരാൾ കടന്നു വരുമ്പോൾ ആ പ്രായമായ ഒരാളെ ബഹുമാനിക്കുക എന്നുള്ളത് ദീനാണ്. ആ മനുഷ്യനെ ബഹുമാനിക്കുക എന്നുള്ള ദീനാണ്. കാരണവന്മാർ അവർ ആദരിക്കപ്പെടണം, അവരെ സന്ദർശിക്കപ്പെടണം, അവരെ കേൾക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നെന്താണെന്ന് ചോദിച്ചാൽ പ്രായമുള്ളവരുടെ സംസാരത്തിന് പലപ്പോഴും വീടുകളിൽ ഒരു വിലയുമില്ല എന്നുള്ളതാണ്. പ്രായമുള്ള ഉമ്മയാകട്ടെ, പ്രായമുള്ള ഉപ്പയാവട്ടെ, കാരണവന്മാരാവട്ടെ, അവരവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് ഒരു പരിഗണനയുമില്ലാത്ത വാക്കുകളായി പലപ്പോഴും വീടിന്റെ ചുമരുകളിൽ അലയടിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ അവരുടെ വാക്കിന് ഒരു കൗമാരക്കാരന്റെ വാക്കിന്റെ വില പോലും കൊടുക്കാത്ത അവസ്ഥ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിലൊരു ചടങ്ങ് നടക്കുന്നു, അവിടെ പ്രായമുള്ളവരോട് അഭിപ്രായം ചോദിക്കാൻ, സ്വന്തം ഉമ്മയോട് ഉപ്പയോട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒന്ന് അഭിപ്രായം ചോദിക്കാൻ, അവരുടെ വാക്കൊന്ന് മുഖവിലക്കെടുക്കാൻ, വേണ്ട അവരെ ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കാൻ പോലും പല വീടുകളിലും സാധിക്കാത്ത ദുരന്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫലൈസ മിന്നാ, നീ ഒരു മുസ്ലിം ആണെങ്കിൽ ഫലൈസ മിന്നാ, നീ പ്രവാചകന്റെ മാർഗത്തിലല്ല, നീ നമ്മിൽപ്പെട്ടവനല്ല, അത്തരം സ്വഭാവം പേർന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വിഷയം, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയും സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനെ കുറിച്ചും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിരിജാലിൻ മിനൻ നിസാഇ വലാ തശബ്ബഹ ബിന്നിസാഇ മിനർ റിജാൽ. പുരുഷന്റെ വേഷം കെട്ടുന്ന സ്ത്രീയെയും അതേപോലെ സ്ത്രീയുടെ വേഷം ധരിക്കുന്ന പുരുഷനും അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം കുടുംബത്തിലെ കല്യാണങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുക. എങ്ങനെയാണ് നമ്മുടെ മക്കൾ അണിഞ്ഞൊരുങ്ങുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്നെന്താണ് പല കുട്ടികളുടെയും വേഷം, പെൺകുട്ടികളുടെ വേഷം ജീൻസും അതേപോലെ തന്നെ ഷർട്ടും ധരിച്ചുകൊണ്ടാണ് നമ്മുടെ മക്കൾ കടന്നു വരുന്നത്. തലമറയ്ക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തലയിൽ ഒരു തട്ടമിട്ടത് കൊണ്ട് അത് ഇസ്ലാമാണെന്ന് ആരാ പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ശക്തമായി പഠിപ്പിക്കുകയാണ്, സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷൻ, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീ അവൻ നമ്മുടെ മാർഗത്തിലല്ല, നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തലയിൽ ഒരു തുണിയിട്ടത് കൊണ്ട് അത് തഖ്വയാവുകയില്ല. വലിബാസു തഖ്വാ ദാലിക ഖൈർ,
തഖ്വയാകുന്ന വസ്ത്രം ധരിക്കാനാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രം മാന്യമാകണം. അത് സ്ത്രീയോട് സാദൃശ്യപ്പെടുന്ന വസ്ത്രമാകാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീ പുരുഷനോട് സാദൃശ്യപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. രക്ഷിതാക്കൾ ഒരു തുണിക്കടയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ മക്കൾ നിർബന്ധം പിടിച്ചു എന്ന് വരാം, ഞങ്ങൾക്ക് ഇന്ന ഡ്രസ്സ് തന്നെ വേണം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അതാണ് ഇപ്പോഴത്തെ ഫാഷൻ, ഞങ്ങൾക്കത് മതി എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചുകുട്ടികൾ നിർബന്ധം പിടിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കേൾക്കുന്നതും അവര് കാണുന്നതും അത്തരത്തിലുള്ളതാണ്. പക്ഷേ അവരെ സ്നേഹബുദ്ധിയ ഗുണകാംക്ഷയോടുകൂടി അടിച്ചമർത്തിക്കൊണ്ടല്ല, പറഞ്ഞ് ദീനിന്റെ സംസാരത്തിലൂടെ അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുന്നവർ പിന്തിരിപ്പനായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നവൻ, അത്തരത്തിൽ വേഷം കെട്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചും അതെ, പുരുഷൻ ഒരു സ്ത്രീയെ പോലെ വേഷവിധാനങ്ങൾ ധരിക്കാൻ പാടില്ല. അത്തരം ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വിഷയമാണ് മരണ വീട്ടിലെ പരിധിവിട്ട വിലാപങ്ങൾ. ആ മരണ വീട്ടിൽ പരിധിവിട്ട വിലാപങ്ങൾ, ഒരു വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അലമുറയിട്ട് കരയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വസ്ത്രം വലിച്ചു കീറി, മുഖം, സ്വന്തം ശരീരം, ആ ശരീരത്തിൽ പോലും മുറിവേൽപ്പിച്ചുകൊണ്ട് വല്ലാത്ത അട്ടഹാസങ്ങളും രോദനങ്ങളും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. ലതമൽ ഹുദൂദ് വശക്കൽ ജുയൂബ് വദആ ബിദഅവൽ ജാഹിലിയ്യ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുഖത്തടിക്കുന്നവൻ, മരണത്തിന്റെ പ്രയാസം കാരണം മുഖത്തടിക്കുന്നവനും വസ്ത്രം വലിച്ചു കീറുന്നവനും ജാഹിലിയത്തിന്റെ അട്ടഹാസത്തിന്റെ വിലാപം നടത്തുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ട രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. ആ കുട്ടിയുടെ മയ്യത്തിന്റെ അരികിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ കണങ്ങൾ ആ മയ്യത്തിന്റെ മുഖത്തേക്ക് ധാരധാരയായി വീഴുന്ന രംഗം കൂടെയുള്ള ഉസാമ റളിയല്ലാഹു അൻഹു കണ്ടു. ആ രംഗം കണ്ടിട്ട് ഉസാമ എന്ന സഹാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വാഹ ഉസാമ ഇബ്നു സൈദ്. ഉസാമ റളിയല്ലാഹു അൻഹു വാവിട്ട് നിലവിളിച്ചു പോയി, അട്ടഹസിച്ച് കരഞ്ഞുപോയി. ആ സമയത്ത് കരയുന്ന ആ വല്ലാത്ത രംഗത്ത് പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഉസാമയെ നോക്കി പറഞ്ഞു, ലൈസ ഹാദാ മിന്നാ, ഉസാമ ഇത് നമ്മുടെ ചര്യയല്ല, ഉസാമ ഇത് നമ്മുടെ ചര്യയല്ല. ലൈസ ലിസ്വാലിഹിൻ ഹദ്, നമുക്ക് ഇത്തരത്തിലുള്ള വിലാപം പാടില്ല, ഇത്തരത്തിലുള്ള അട്ടഹാസം പാടില്ല. അൽ ഖൽബു യഹ്സൻ, എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. വൽ ഐനു തദ്മ, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. വലാ നഖൂലു മാ യുഗ്ദിബു റബ്ബ്, പക്ഷേ റബ്ബിന്റെ കോപം വരുത്തുന്ന ഒരു സംസാരം പോലും, ഒരു അഭിപ്രായം പോലും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് ആ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അശ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതൊരു മനുഷ്യരും ഈ ലോകത്ത് നിന്ന് വിട പറയും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും. നമ്മുടെ മാതാപിതാക്കൾ മരിക്കും, നമ്മുടെ മക്കൾ മരിക്കും, നമ്മൾ മരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ദുനിയാവിൽ നിന്ന് ഒരു നാൾ എല്ലാവരും വിട പറയേണ്ടി വരും. ഈ ദുനിയാവ് തന്നെ നശിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ വിഷമമുണ്ടാകും, കണ്ണിന് കരയാം, ഹൃദയത്തിന് ആ വേദന ഉൾക്കൊള്ളാം, ഹൃദയത്തിന് വിതുമ്പാം. എന്നാൽ പരിധി വിട്ടുള്ള വിലാപം, അലമുറയിട്ടുള്ള അട്ടഹാസങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, സഹോദരിമാർ ആ രംഗത്ത് വല്ലാത്ത അതിരുവിട്ട പ്രകടനങ്ങൾ പലപ്പോഴും പല വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. നമ്മുടെ ത്വരീക്കത്തിലല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വരീക്കത്തിലല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞ ചില വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. ആ വിഷയങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ജീവിതത്തെ നന്മയിലേക്ക് കൂടുതൽ പരിവർത്തിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين. اتقوا الله عباد الله. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ ഏതാനും വിഭാഗത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, ശകുനം നോക്കുന്നവനും ശകുനം നോക്കിപ്പിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
ഗൾഫിലേക്ക് പോകാൻ ഏത് ദിവസമാണ് എനിക്ക് ഏറ്റവും നല്ലത്, അതേപോലെ വിവാഹത്തിന് ഏത് ദിവസമാണ് ഏറ്റവും നല്ലത്, അതൊന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇന്ന തങ്ങളുടെ അടുക്കൽ പോയി അതിനൊക്കെ ഒരു ദിവസം തീരുമാനിക്കാം. പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഉസ്താദിനോടും തങ്ങൾമാരോടുമൊക്കെ ചോദിച്ച് ബറക്കത്തുള്ള ഒരു ദിവസം തെരഞ്ഞെടുക്കാം എന്നൊക്കെ കരുതുന്ന പല ആളുകളും മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. സ്വാഭാവികമായും വീട്ടിലെ കാരണവന്മാർ കൂടിയിരുന്ന് ഉചിതമായ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം തീരുമാനിക്കും. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മറിച്ച് ഇത്തരത്തിലുള്ള ചില കേന്ദ്രങ്ങളിലേക്ക് തങ്ങന്മാരുടെ ഉസ്താക്കന്മാർക്ക് അടുത്തേക്ക് പോയി അവർ തീരുമാനിച്ചു തരുന്ന ദിവസങ്ങൾക്ക് മാത്രം പ്രത്യേകതയുണ്ട് എന്ന് വിചാരിക്കുകയും ആ രൂപത്തിൽ ആ ദിവസങ്ങൾ മാത്രം നടത്താൻ യാത്ര ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നത് ശകുനം നോക്കലാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോഴും പല ആളുകളും പറയുന്നത് കേൾക്കാം, ഇന്ന് ഇന്ന മനുഷ്യനെയാണ് കണി കണ്ടത് എന്നൊക്കെ മുസ്ലിം സമൂഹത്തിന് ആളുകളുടെ സംസാരം നമുക്ക് കേൾക്കാൻ സാധിക്കും. അഥവാ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഇന്നവനെയാണ് കണി കണ്ടത്, അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്ന സംസാരം. അവിടെ ഈമാൻ നമ്മൾ വളരെ ഗൗരവമായി നമ്മുടെ ഈമാനിൽ പ്രശ്നമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. കാരണം അൽ ഖൈറു വശർറു മിനല്ലാഹി തആല, നന്മയാകട്ടെ തിന്മയാകട്ടെ അത് അല്ലാഹുവിൽ നിന്നാണ്. ഇത് ഈമാനിന്റെ അടിത്തറയാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസ പാഠങ്ങളിൽ എണ്ണിപ്പടിക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ കളഞ്ഞു കുളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരക്കാരോട് പ്രവാചകൻ പറഞ്ഞു, ഇങ്ങനെ ശകുനം നോക്കുന്നവൻ, അത് നോക്കിപ്പിക്കുന്നവൻ ഫലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, തകഹന ഔ തുകഹിന ലഹു, ഭാവി പ്രവചിക്കുന്നവരും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരും, ഭാവി പ്രവചിക്കുന്നവരും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരും നമ്മിൽപ്പെട്ടവനല്ല. ഒരു തത്തയുമായി ചില ആളുകൾ കടന്നു വരുമ്പോൾ കൈവച്ചു കൊടുക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. മുഖം നോക്കി ലക്ഷണം പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും വിശ്വാസമൊന്നുമില്ല, ഒന്ന് ഇരുന്നു കൊടുത്തേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു മുസ്ലിമാണെങ്കിൽ പാടില്ല എന്നാണ്. മുസ്ലിമാണെങ്കിൽ പാടില്ല എന്നാണ്. ഇന്ന് മൊബൈൽ ജ്യോതിഷങ്ങളും മൊബൈൽ ഭാവി അറിയാമെന്നുള്ള ആപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് തന്റെ ഭാവി ഒന്ന് അറിഞ്ഞു കളഞ്ഞേക്കാം എന്നൊരു ചിന്ത പോലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നോക്കുന്നവരും അങ്ങനെ നോക്കിക്കുന്നവരും അതിനുവേണ്ടി ഇരുന്നു കൊടുക്കുന്നവരും ഫലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഔ സഹറ ഔ സുഹിറ ലഹു, സിഹർ ചെയ്യുന്നവരും ആ സിഹർ ചെയ്യിക്കുന്നവരും, മാരണം ചെയ്യുന്നവരും ആ മാരണം ചെയ്യിക്കാൻ വേണ്ടി ചെല്ലുന്നവരും അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൻ പാപങ്ങളിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ മാരണത്തെ, കൂടോത്രത്തെ എണ്ണിയത്. എന്നാൽ ഇന്ന് നമുക്ക് പല കേന്ദ്രങ്ങൾ, അതിന് വേണ്ടി മാത്രമുള്ള കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടി മാത്രം മാറിയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ്, കൂടോത്രം നടത്താൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാം, മാരണത്തിന് വേണ്ടി നിങ്ങൾക്ക് കടന്നു വരാൻ ഇന്ന കേന്ദ്രമുണ്ട് എന്ന് പരസ്യമായി പത്രങ്ങൾ പരസ്യം കൊടുക്കുന്ന, ഓൺലൈനുകളിൽ പരസ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ അല്ലാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ച ഒരു മനുഷ്യൻ ഈ വൻപാപങ്ങൾ, 7 വൻപാപങ്ങൾ എണ്ണിപ്പടിപ്പിച്ച ഇത്തരത്തിലുള്ള കൂടോത്രങ്ങളുടെ പിന്നാലെ ഒരുവനെ തകർക്കാൻ, ഒരുവന്റെ ബിസിനസിനെ തകർക്കാൻ, ആളുകൾക്കിടയിൽ അനീക്കമൊക്കെ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, അത് ചെയ്തു കൊടുക്കാനും ആളുകളുണ്ട്, അത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകാനും ആളുകളുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും കുഴപ്പമില്ല, നരകം കിട്ടിയാലും കുഴപ്പമില്ല, ദുനിയാവ് എങ്ങനെയും നന്നാക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. മൻ അതാ കാഹിനൻ, ഇത്തരത്തിലുള്ള ഭാവി പ്രവചിക്കുന്നവന്റെ അടുക്കിലേക്ക് ഒരാൾ കടന്നു പോവുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫസദ്ദഖഹു, എന്നിട്ട് അവൻ പറയുന്നു വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശകുനത്തിലും ഇതുപോലെയുള്ള ഭാവി പ്രവചനത്തിനും ഒന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവില്ലാത്തവൻ എങ്ങനെ, ആ തിരിച്ചറിവ് പോലും ഇല്ലാത്തവൻ എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഒരു മുസ്ലിം എന്ന് അവനെ പറയാൻ കഴിയുക? മുസ്ലിങ്ങളിൽ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തിന് ചൊവ്വാഴ്ച കല്യാണം നടത്താൻ പേടിയാണ്, രാത്രി കണ്ണാടി നോക്കാൻ പേടിയാണ്, രാത്രിയിൽ നഖം വെട്ടാൻ പേടിയാണ്, രാത്രിയിൽ മുഖം മുടി ചീകാൻ പേടിയാണ്, ആരോ ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഓൺലൈനുകളിൽ ഇതൊക്കെ വളരെ ഭീകരമായി അവതരിപ്പിക്കുന്ന ഒരുപാട് ക്ലാസുകളും പ്രഭാഷണങ്ങളും നമുക്ക് കാണാം. രാത്രി നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കും എന്ന്
ഒരു തെളിവുമില്ലാതെ അവരുടെ കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി മാത്രം ഇസ്ലാമെ വിറ്റ് പണമുണ്ടാക്കുന്ന ആളുകളുടെ സംസാരത്തിന് 10,000-ങ്ങളും ലക്ഷങ്ങളും കാഴ്ചക്കാരായി കേൾവിക്കാരായി ഉള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ, വീട്ടിൽ നിന്ന് യാത്ര പോവാണ്, പേഴ്സ് മറന്നു വെച്ചു, ഫോണ് മറന്നു വെച്ചു, തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പേടിയാണ്, അത് ശകുനമാണ്, അത് പ്രയാസകരമായി തീരും എന്ന് വിചാരിക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. ഭാര്യയോട് പറഞ്ഞ് അവൻ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് അകത്തേക്ക് തിരിച്ചു കയറാതെ അവൻ പുറത്തേക്ക് കൊണ്ടുവന്ന് മേടിച്ചു പോകുന്ന അവസ്ഥ എത്ര വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇസ്ലാമിൽ ഇത്തരം ശകുനങ്ങളില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിം ആണെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളിൽ അവനൊരു ബേജാറ്, മനസ്സിലൊരു അസ്വസ്ഥത അവന് തോന്നുകയില്ല. കാരണം അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുൽ പരമേൽപ്പിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നത്. രാവിലെ കട തുറക്കുമ്പോൾ ഒന്നാമത്തെ കച്ചവടം കടമായാൽ പേടിക്കുന്ന എത്ര കച്ചവടക്കാരുണ്ട്. കൈനീട്ടത്തിൽ ബർക്കത്തുണ്ട് എന്നും ഇന്നവനിൽ നിന്ന് കിട്ടിയാൽ കച്ചവടം നന്നാകുമെന്നും ചില തന്റെ കച്ചവടം മോശമാകാൻ കാരണം ഇന്നയാളുടെ കൈനീട്ടമാണെന്ന് വിശ്വസിക്കുന്ന പിഴച്ച വിശ്വാസം പേറുന്ന എത്ര ആളുകൾ മുസ്ലിം സമൂഹത്തിലുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ശക്തമായി പറഞ്ഞു, ഇത്തരത്തിൽ പിഴച്ച വിശ്വാസങ്ങൾ പേർന്നവൻ ആരായാലും ലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അല്ലദീന ആമനു, വിശ്വസിക്കുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവന്റെ വിശ്വാസത്തോടൊപ്പം ഇത്തരം പിഴച്ച വിശ്വാസങ്ങളെ ശിർക്കിനെ കലർത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുൽ അംൻ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അല്ലാഹുവിന്റെ കലാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വഹും മുഹ്തദൂൻ, അതുകൊണ്ട് ഇത്തരത്തിൽ പിഴച്ച ശിർക്കൻ വിശ്വാസങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ അവരാണ് സന്മാർഗം പ്രാപിച്ചവരെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ തെളിമയായ തൗഹീദിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സകല അന്ധവിശ്വാസങ്ങളെയും പടിക്ക് പുറത്തു നിർത്തുകയും ജീവിതത്തെ പ്രവാചകന്റെ അധ്യാപനത്തിന് അനുസൃതമായി ക്രമീകരിക്കുകയും ചെയ്യുക. പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ ഈ മഹാത്തിന്മകളിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ മുക്തമാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അബദ്ധങ്ങളും വീഴ്ചകളും പരമകാരണനായ റബ്ബ് പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. ഉപജീവനത്തിന്റെ ഭാഗമായി പുല്ല് ചെത്തുന്നതിനിടയിൽ ഒരു ജീവിയുടെ വിഷമേൽക്കുകയും വളരെ പ്രയാസകരമായി 1 മാസത്തോളം അവർ വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും ചെയ്തു. അള്ളാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ ബറക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഗഫൂറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين.